പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശതാബ്ദി സന്ദേശയാത്രയുടെ ഭാഗമായി കോഴിക്കോടിന്റെ മണ്ണും മനസ്സും ഐതിഹാസികമായി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന നമ്മുടെ നായകനെ സ്വീകരിക്കാൻ ഇവിടെ എത്തി നിൽക്കുന്ന മനോഹരമായ കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നത്. കോഴിക്കോടിന്റെ മണ്ണിലേക്ക് നമ്മളിതാ കടന്നു വരികയാണ്. കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിൽ നിന്ന് മുതലക്കുളം മൈതാനിയിലേക്ക് ഏതാനും മീറ്ററുകൾ മാത്രമാണ് ഉള്ളത്. അവിടേക്ക് ഈ യാത്ര കടന്നു പോകുന്നു. കാൽനടയായി ജിഫ്രി തങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, കാലം കാത്തുവെച്ച നായകൻ, കാലത്തെ അടയാളപ്പെടുത്തിയ നായകൻ, ആരുടെ മുൻപിലും മടിപതറാതെ, ആരുടെ ഭീഷണികൾക്കും വിരട്ടലുകൾക്കും വിലപേശലുകൾക്കും നിന്നുകൊടുക്കാതെ, സമസ്ത എന്ന മഹിതമായ മഹാപ്രസ്ഥാനത്തിന് നേരെ വരുന്ന വെല്ലുവിളികളെ എല്ലാം തട്ടിമാറ്റാൻ സമസ്ത എന്ന നായകന്റെ പിറകിൽ ഒറ്റക്കെട്ടായി ഞങ്ങൾ അണിനിരക്കുമെന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ച് കടന്നു വരുന്ന ഒരു വലിയ തലമുറയുടെ മുൻപിൽ, ഒരു വലിയ സമൂഹത്തിന് മുൻപിലേക്ക് നമ്മുടെ നായകൻ കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ ദഫ് സംഘമുണ്ട്. അതിന് പിറകിൽ ഈ കുഞ്ഞുമക്കൾ പൂക്കൾ കൈകളിലേന്തി, പൂക്കൾ നൽകിക്കൊണ്ട്, ആ പൂക്കൾ സമ്മാനമാക്കിക്കൊണ്ട് സമസ്തയുടെ അധ്യക്ഷനെ സ്വീകരിക്കുന്ന, ആനയിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ. നമുക്കിപ്പോൾ സ്ക്രീനിൽ നമ്മുടെ നായകനെ നമുക്ക് കാണാം, നമ്മുടെ അഭിമാനത്തെ നമുക്ക് കാണാം, നമ്മുടെ ഇസ്സത്തിനെ നമുക്ക് കാണാം, നമ്മുടെ സന്തോഷത്തെ നമുക്ക് കാണാം. നമ്മുടെ നായകനെ അവിസ്മരണീയമാക്കിക്കൊണ്ടാണ് ഈ യാത്ര കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നായകൻ നമ്മോട് പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ നമ്മളിതാ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി അകലെ നിൽക്കുമ്പോൾ, ഈ യാത്രയും ഈ സ്വീകരണവും ഈ കോഴിക്കോട് നഗരവും ഇതാ ഈ യാത്രയെ അക്ഷരാർത്ഥത്തിൽ ഏറ്റെടുക്കൊണ്ട് കടന്നു വരുന്ന മനോഹരമായ കാഴ്ച. പൂക്കൾ കൈകളിലേന്തി, ആ പൂവിതളുകൾ പോലെ സുഗന്ധം പൂശുന്ന കുഞ്ഞുമക്കളുടെ ഹർഷപുളകിതമായ ആ ഒരു സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ വാഹനത്തിൽ നമുക്ക് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, മോയിൻകുട്ടി മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വാഹനത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നായകൻ ഇതാ നമ്മുടെ നായകൻ, നമ്മുടെ അഭിമാനം, സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന നമ്മുടെ മഹോന്നതനായ നേതാവ് എനിക്ക് പിറകിൽ ഈ വാഹനത്തിൽ ഇതാ മന്ദം കോഴിക്കോടിന്റെ രാജവീതികളെ ഹർഷപുളകിതമാക്കിക്കൊണ്ട് ഇതുവഴി കടന്നു വരികയാണ്. കുഞ്ഞുമക്കളുടെ അറബനയും ദഫും അതോടൊപ്പം പൂക്കളും കൈകളിലേന്തി കുഞ്ഞുമക്കളുടെ ആ ഒരു സ്വീകരണത്തോടുകൂടി തങ്ങൾ ഇങ്ങനെ കടന്നു വരികയാണ്. ഈ കടന്നു വരുന്ന മണ്ണ്, കോഴിക്കോടിന്റെ മണ്ണ്, സാമൂതിരി രാജാവിന്റെ ഭരണമുണ്ടായിരുന്ന ഈ ഒരു മണ്ണ്, ഈ മണ്ണിലാണ് സമസ്തയുടെ വിത്തുപാകപ്പെട്ട മണ്ണായി സമസ്ത മാറുന്നത്. ഈ മണ്ണ് സമസ്തയുടെ മണ്ണാണ്. മുല്ലക്കോയ തങ്ങളുടെ മണ്ണിൽ ശംസുൽ ഉലമ നാട്ടിയ ആ മഹിതമായ ആ സമസ്ത എന്ന ആ ഒരു പ്രസ്ഥാനമുണ്ടല്ലോ, ശംസുൽ ഉലമ വേരൂന്നി പാകപ്പെടുത്തി നമ്മുടെ കൈകളിലേക്ക് തന്ന ഈ പ്രസ്ഥാനം ഇന്നിതാ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന നമ്മുടെ നായകന്റെ കൈകളിൽ ആ പതാക നമ്മൾ ഏറ്റുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മണ്ണും മനസ്സും കോഴിക്കോടിന് അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കുന്ന നമ്മുടെ മണ്ണും മനസ്സുമെല്ലാം കോഴിക്കോടിന്റെ മണ്ണിൽ അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കപ്പെട്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാ നമ്മുടെ മുതലക്കുളത്തേക്ക് നമ്മൾ കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും വിഘടനവാദികളുടെ മുൻപിൽ പണയപ്പെടുത്താനുള്ളതല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയവും ആദർശവുമെന്ന് ആണയിട്ട് അക്കമിട്ട ചെട്ട് പറയാൻ ഏതവസ്ഥയിലും ഏത് കാലാവസ്ഥയിലും സമസ്ത തയ്യാറാണ്. സമസ്തക്ക് പ്രിയമില്ല, സമസ്തക്ക് ചണ്ടകളില്ല,
ജമാഅത്ത് എന്ന ഈ മഹിതമായ പ്രസ്ഥാനത്തിന്റെ അചഞ്ചലമായ ഈ സംവിധാനത്തിനെതിരെ ഏത് കൈകൾ, ഏത് കണ്ണുകൾ, ഏത് അമ്പുകൾ വന്നാലും ആ അമ്പുകളെല്ലാം തടുത്തു മാറ്റി അതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും സമസ്ത എന്ന് കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ടാണ് സയ്യിദുൽ ഉലമ കടന്നു വരുന്നത്. പിന്നിട്ട വഴികളിലെല്ലാം രാജകീയമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ കൃത്യമായ ആശയാദർശങ്ങൾ ബഹുസ്വര സമൂഹത്തോട് പങ്കുവെച്ചുകൊണ്ട് തീവ്രവാദവും വിഘടനവാദവും മറ്റേ വിധ്വംസക പ്രവർത്തനങ്ങളും സമൂഹത്തിന് നന്മ നൽകുന്നതല്ല എന്ന് പ്രചരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞുകൊണ്ടാണ് ഈ സമസ്ത അതിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. സയ്യിദുൽ ഉലമ തന്റെ വാഹനത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കന്യാകുമാരിയിൽ നിന്ന് തുടക്കം കുറിക്കപ്പെട്ട യാത്ര, ഈ യാത്ര കിലോമീറ്ററുകൾ പിന്നിട്ട് 8 ദിവസം സഞ്ചരിച്ച് 8ാമത്തെ ദിവസത്തിന്റെ രാത്രിയിലാണ് നമ്മൾ ഇന്ന് ഈ യാത്രയിൽ ജഫ്രി തങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോടിന്റെ മണ്ണിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ കോഴിക്കോടിനെ ആസ്മരണീയമാക്കുന്ന മഹാസംഗമത്തിലേക്ക് പ്രിയപ്പെട്ടവരെ, ഇവിടെയെങ്ങും ആവേശത്തിന്റെ കാഴ്ചയാണ്, ഇവിടെയെങ്ങും ആരവമാണ്, ഇവിടെയെങ്ങും തക്ബീർ ധ്വനികളുടെ മുഴക്കമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നായകൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രിയപ്പെട്ടവരെ കടന്നു വരുന്നു. നോക്കാനാൻ, വാക്കുകൾ കേൾക്കാൻ, പ്രിയപ്പെട്ടവരെ, ശംസുൽ ഉലമയുടെ വരവാണ് അത് എന്നാണ് വേദിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വരുന്നത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. പക്ഷേ നമ്മൾ കാണുന്നത് സയ്യിദുൽ ഉലമയെ മാത്രമല്ല, സയ്യിദുൽ ഉലമയിലൂടെ ശംസുൽ ഉലമയെയുമാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ആളുകൾ കൈവീശി അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, സമസ്തയുടെ മഹോന്നതനായ നേതാവിനെ കാണാൻ, കേൾക്കാൻ, അറിയാൻ, മനസ്സിലാക്കാൻ, അഭിവാദ്യമർപ്പിക്കാൻ മർഹബ പാടി വേദിയിലേക്ക് ആനയിക്കുന്ന മനോഹരമായ കാഴ്ച. പ്രിയപ്പെട്ടവരെ, കോഴിക്കോടിന്റെ മണ്ണ് അത് സമസ്തക്ക് വിത്തുപാകിയ മണ്ണാണ്. കോഴിക്കോടിന്റെ മുതലക്കുളം അത് സമസ്തയെ കേട മണ്ണാണ്. കോഴിക്കോട് മുതലക്കുളത്തിന്റെ മണ്ണ് സമസ്തയെ അറിഞ്ഞ സമൂഹത്തെ വളർത്തിയെടുത്ത മണ്ണാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ കാഴ്ച. നമ്മുടെ നായകൻ ഈ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കോഴിക്കോടിര അക്ഷരാർത്ഥത്തിൽ ഈ കോഴിക്കോടിര ഹർഷപ്രകീതമണിയിച്ചുകൊണ്ട് ഇവിടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സമസ്തയുടെ പടനായകൻ കടന്നു വരുന്നു. കോഴിക്കോടിന്റെ നഗരവീഥികളെ ഹർഷപുളകിതമാക്കിക്കൊണ്ട് സയ്യിദുൽ ഉലമ നടത്തുന്ന സമസ്ത സന്ദേശയാത്ര റോഡിനിരുവശവും തിങ്ങിക്കൂടിയ ആയിരക്കണക്കിന് ആളുകളെ അഭിവാദ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സയ്യിദുൽ ഉലമ വേദിയിലേക്ക് പ്രവേശിക്കുകയാണ്. മനോഹരമായ പ്രകീർത്തന ഗാനങ്ങളുടെ ആലാപന മനോഹരിതയിൽ സയ്യിദുൽ ഉലമ വേദിയിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങ് ദൂരെ കന്യാകുമാരിയിൽ നിന്ന് പ്രയാണം ആരംഭിച്ച് തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയും കോട്ടയവും ഇടുക്കിയും എറണാകുളവും തൃശ്ശൂരും പാലക്കാടും പിന്നിട്ട് മലപ്പുറവും ഗൂഡല്ലൂരും വയനാടും പിന്നിട്ട് മലബാറിലെ പ്രാചീനമായ ഇസ്ലാമിക ചരിത്രത്തിന്റെ ഉജ്ജ്വലമായ ഭൂമിക കോഴിക്കോട്ടേക്ക് സയ്യിദുൽ ഉലമയുടെ വാഹനവ്യൂഹം
ഇതാ നഗരിയിലേക്ക് പ്രവേശിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളുടെ അത്യുജ്വലമായ സ്വീകാര്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സയ്യിദുൽ ഉലമ മൈതാനിയിലേക്ക് സമസ്ത വിശദീകരണങ്ങളുടെ ചരിത്രം പറയുന്ന കോഴിക്കോടിന്റെ മുതലക്കുളം മൈതാനിയിലേക്ക് സമസ്തയെ പറയാൻ സയ്യിദുൽ ഉലമ ഒരിക്കൽ കൂടെ കടന്നു വരികയാണ്. ശംസുൽ ഉലമയുടെ ആത്മീയത ഏറ്റെടുത്ത്, ശംസുൽ ഉലമയുടെ നിലപാട് ഏറ്റെടുത്ത്, ശംസുൽ ഉലമ വെട്ടിത്തെളിച്ച ആദർശ കവാടത്തിലൂടെ സയ്യിദുൽ ഉലമ കോഴിക്കോട്ടെ ഈ ചരിത്ര പ്രസിദ്ധമായ മുതലക്കുളം മൈതാനിയിലേക്ക് സമസ്തയെ വെല്ലുവിളിക്കാനും ഭീഷണിപ്പെടുത്താനും വരുന്ന കഴുകക്കണ്ണന്മാരെയും കുതന്ത്രശാലികളെയും തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് നേരിട്ട ശംസുൽ ഉലമയുടെ നെഞ്ചുറപ്പുള്ള ആത്മീയതയുടെ ഉറച്ച ശബ്ദം മുഴക്കാൻ, ഈ ഉമ്മത്തിന്റെ മുന്നിൽ വിരൽ ചൂണ്ടാൻ യാ സയ്യിദി അങ്ങേക്ക് കടന്നു വരാം. കോഴിക്കോടിന്റെ വിരിമാറിലേക്ക് ചരിത്ര പ്രസിദ്ധമായ ഈ മനോഹരമായ സമ്മേളന നഗരിയിലേക്ക് കോഴിക്കോട് ജില്ലയുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നിലപാട് പറയാൻ, ഈ ഉമ്മത്തിനെ മുന്നിൽ നയിക്കാൻ സയ്യിദുൽ ഉലമ കടന്നു വരികയാണ്. കേരളീയ മുസ്ലിം ഉമ്മത്തിനെ ഒരു തീവ്രവാദിക്കും ഒരു ഹുക്കൂമത്തെ ഇലാഹിക്കാരനും ഒരു വർഗീയവാദിക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സയ്യിദുൽ ഉലമ കേരളത്തിലെ മതേതരത്വവും മാനവികതയും മതസൗഹാർദ്ദവും സംരക്ഷിക്കാൻ മുന്നിൽ നിൽക്കാൻ കടന്നു വരുന്നു. ഈ പൗരാവലിയുടെ സമസ്ത മക്കളുടെ മനോഹരമായ സ്വീകരണ വേദിയിലേക്ക് താരങ്ങൾ താഴവാൻ നേരെ നോക്കി തേരിലേറ്റി നൂറ്റാണ്ട് പിന്നിടുന്നു സമസ്ത. തീരാത്ത നൂറ് കൊണ്ട് മുത്തുകോയ തങ്ങളിന്ന് പോറ്റി പടർത്തിടുന്നു സമസ്ത.